നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ പോളിനോമിയൽസ് നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ എന്താണ് നമ്മൾ പോളിനോമിയൽസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിനുശേഷം ഈ വർഷം നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ പോളിനോമിയലിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിലെ ഓരോരോ ടേംസുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ടേംസുകളുള്ള ഒരു ഓൾജിബ്രേക്ക് എക്സ്പ്രഷനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, നമുക്കൊരു ജനറൽ എക്സാമ്പിൾ a0 x⁻0 x⁻0 എന്ന് പറയുമ്പോൾ 1 ആണ്, പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an x⁻n അല്ല. ഇതൊരു ജനറൽ ഫോമാണ് പോളിനോമിയലിൻ്റെ. ഇതിൽ ഈ a0 a1 a2 a3 an എന്നൊക്കെ പറയുന്നത് കോയിഫിഷ്യൻറ്റുകളാണ് വരിക അല്ലേ. ഇതെല്ലാം കോയിഫിഷ്യൻറ്റുകളാണ്, അതെല്ലാം നോൺ സീറോ കോയിഫിഷ്യൻ്റ് ആയിരിക്കണം അല്ലേ. പോളിനോമിയൽസ് ആർ എക്സ്പ്രഷൻ വിത്ത് 1 or more ടേംസ് വിത്ത് എ നോൺ സീറോ കോയിഫിഷ്യൻ നോൺ സീറോ ആയിരിക്കണം. പോളിനോമിയൽ ക്യാൻ ഹാവ് മോർ ദാൻ 1 ടേം. ഇടയ്ക്കിടയ്ക്ക് 2ൽ കൂടുതൽ 3, 4, 5 എത്ര ടേം വേണമെങ്കിലും ആവാം. ഇനി നമുക്ക് ഓരോ ടേമുകൾ പറഞ്ഞൂലേ, ടേം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ടേം എന്ന് പറയുന്നത് ഇപ്പോൾ a0 x⁻0 അല്ലെങ്കിൽ a1x a2x², ഇത് ഓരോന്നിനെയും നമ്മൾ എന്താ പറയുക, ഓരോരോ ടേമുകൾ എന്നാണ് പറയുക. ഓരോ എക്സ്പ്രഷനെയും ഓരോരോ ടേമുകൾ എന്നാണ് പറയുക. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ x² പ്ലസ് 3x പ്ലസ് 4. ഈ x² എന്ന് പറയുന്നത് ഒരു ടേമാണ്, 3x വേറൊരു ടേമാണ്, 4 എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ടേമാണ് കണ്ടോ. അതേപോലെ കോയിഫിഷ്യൻറ്റ്, ഈ ഓരോ ടേമിനും കണ്ടോ ഇവിടെ 3x നമ്മൾ എടുക്കുക. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എന്ത്, കോയിഫിഷ്യൻറ്റ് എന്ത് 3 എന്ന് പറയുന്നത്. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് 3x എന്ന് പറയുന്നത് ആ പോളിനോമിയലിൻ്റെ ഒരു ടേം ആണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി എത്ര ടൈപ്പ് പോളിനോമിയൽ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു 1 ടേം ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയും, ഒരു ടേം ഉള്ളെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മോണോമിയൽ. ഇപ്പോൾ വെറുതെ ഒരു 3x കണ്ടോ, എക്സാമ്പിൾ എന്താണ് 3x, ഒറ്റ ടേമേ ഉള്ളൂ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് മോണോമിയൽ. ഇനി നോക്കിയേ 5x പ്ലസ് 4. ഇതിൽ 5x ഒരു ടേമാണ്, 4 വേറൊരു ടേമാണ്, 2 ടേം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, 2 ടേംസ് ഉണ്ടെങ്കിൽ നമ്മളതിന് പറയുന്ന പേരാണ് ബൈനോമിയൽ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇനി 3 ടേം വരെയാണ് നമ്മൾ അതിനെന്ത് പറയും, ട്രൈനോമിയൽ എന്ന് പറയും. 3 ടേംസ് ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ. പിന്നെ കൂടുതൽ ടേമുകൾ ഉണ്ടെങ്കിൽ നമ്മളതിനെ പോളിനോമിയൽ എന്ന് പറയും. ഇപ്പോൾ 3x² പ്ലസ് 5x പ്ലസ് 6 കണ്ടോ, 3 ടേമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ പറയുന്ന പേരാണ് ട്രൈനോമിയൽ. ഇനി ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ, അതായത് വെറുതെ ജസ്റ്റ് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ 3 അല്ല. ഇതൊരു പോളിനോമിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. 6 കണ്ടോ, ഇവിടെ ഫസ്റ്റ് ടേമിനെ കണ്ടോ a0 x⁻0, അതായത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇല്ലെങ്കിലും ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ഇതൊക്കെ ഓരോ പോളിനോമിയലാണ്. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്നാണ് നമ്മൾ ഈ ഒരു പോളിനോമിയൽ പറയാം. ഈ എക്സ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ വേരിയബിൾ ആണല്ലേ. അപ്പോൾ വേരിയബിൾ ഇല്ലാതെ ജസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിൽ കൂടി നമ്മളതിനെ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയും. ഇനി 0 എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഒരു 0 മാത്രമേ ഉള്ളൂ, അപ്പോൾ നമ്മളതിനെ 0 പോളിനോമിയൽ എന്ന് പറയും. 0 പോളിനോമിയൽ. പിന്നെ നമ്മളതിൻ്റെ എക്സ്പോണൻ്റ് എഴുതുമല്ലോ, നോക്കിയേ x⁻0 x⁻1, അതെല്ലാം ഓരോ നമ്പറുകൾ ഹോൾ നമ്പർ ആയിരിക്കണം. ഈ ഫ്രാക്ഷനിലും റാഷണലും നമ്പറിലും 3/2 അങ്ങനെയൊന്നും 3/2 അല്ലെങ്കിൽ x⁻3/2 അങ്ങനെ പറയാൻ പാടില്ല. ഇതുപോലെ ഓരോ ഹോൾ നമ്പർ ആയിരിക്കണം ഇതിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇനി 0, ഇത് 0 പോളിനോമിയൽ 0. ഇനി സീറോസ് ഓഫ് പോളിനോമിയൽ, സീറോസ് ഓഫ് പോളിനോമിയൽ, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്, സീറോസ് ഓഫ് പോളിനോമിയൽ എന്താണെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാനിത് പറഞ്ഞുതരാം. സീറോസ് ഓഫ് പോളിനോമിയൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എന്നാൽ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ അത് പറയുന്നുണ്ട്, നമുക്ക് പറയാം. ഇനി ഒരു റിമൈൻഡർ തിയറം. റിമൈൻഡർ തിയറം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. റിമൈൻഡർ തിയറം ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നതാണ്. പോളിനോമിയലുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഇതൊക്കെ. റിമൈൻഡർ തിയറം എന്ന് പറയുന്നത് p of x എന്ന് പറയുന്നത് നമ്മൾ ഒരു പോളിനോമിയലായിട്ട് എടുത്തു.
അത് നമുക്ക് ഡിഗ്രി പഠിക്കണം. അപ്പോൾ നമുക്ക് ഡിഗ്രി പഠിച്ചതിന് ശേഷം നമുക്ക് ഈ തിയറത്തിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇനി ഈ വർഷം പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഡിഗ്രി പഠിച്ചിട്ട് നമുക്ക് റിമൈൻഡർ തിയറ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഡിഗ്രി പറയുന്ന സമയത്ത് ഞാൻ റിമൈൻഡർ തിയറിനെ പറ്റിയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ പോളിനോമിയൽ എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഈ A0 A1 ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ ഇതെല്ലാം ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓരോ പവറും നോൺ നെഗറ്റീവ്, അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. x⁻² -2 അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത് A0 A1 A2 ഒക്കെ നമുക്ക് റിയൽ നമ്പേഴ്സ് ആയിരിക്കാം. ഇനി നമുക്ക് ഡിഗ്രി എന്താണെന്ന് പറയാം. എന്താണ് ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. P(x) = 2x + 1. എക്സിൻ്റെ പവർ അല്ലേ, ഇപ്പോൾ ഇവിടെ നമ്മൾ x1 x2 xn വരെ ഇങ്ങനെ എഴുതിയില്ലേ പവറുകൾ. അപ്പം എക്സിൻ്റെ പവർ ആ ഒരു പോളിനോമിയല് കുറേ ടേംസുകൾ ഉണ്ടാവും. ഇപ്പം ഞാൻ വേറെ കുറച്ച് വലുതിടാം. 5⁴ + 6x³ + 3x² + 7x⁻1 അല്ലെങ്കിൽ 7x + 6 ഒരു വലിയ പോളിനോമിയൽ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതിൽ എക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അപ്പോൾ ഏതൊരു പോളിനോമിയലിൻ്റെയും ഹയസ്റ്റ് പവർ, ആ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണോ അതായിരിക്കും ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5x² + 4x + 3. ഇവിടെ ഡിഗ്രി എക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. 2x + 1 നോക്കിയേ, എക്സിൻ്റെ അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 എന്നാണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ ഡിഗ്രി അവിടെ എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ ഒരു പോളിനോമിയലെ ഏറ്റവും എക്സിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണോ വരുന്നത് അതായിരിക്കും ആ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു പോളിനോമിയലിൽ അതിൻ്റെ ടേംസ് അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു പോളിനോമിയൽ 1 ടേം ആണെങ്കിൽ മോണോമിയൽ, 2 ടേം ഉണ്ടെങ്കിൽ ബൈനോമിയൽ, 3 ടേം ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ. ഇനി നമുക്ക് പോളിനോമിയലിനെ അതിൻ്റെ ഡിഗ്രിക്ക് അനുസരിച്ചിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെ ടൈപ്പ് പോളിനോമിയൽ ഉണ്ടെന്ന് നോക്കാം. ആദ്യത്തേത് ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 1 ആണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കണം? ഡിഗ്രി 1 ആണെങ്കിൽ നമ്മൾ ആ പോളിനോമിയലിൽ പറയുന്ന പേരാണ് ലീനിയർ പോളിനോമിയൽ. അതായത് 3x + 2 ഇതിൻ്റെ ഡിഗ്രി നോക്കിയേ 1 ആണ് അല്ലേ. അപ്പോൾ അതിന് ജനറൽ ഫോമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ax + b അല്ലേ. P(x) = ax + b. അതിൽ എയും പിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. A0 ആവാൻ പാടില്ല. A0 ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇതാണ് ലീനിയർ പോളിനോമിയൽ. ഇനി ഡിഗ്രി 2 ആയിട്ടുള്ളതിന് നമ്മൾ എന്താ പറയുക? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? ഡിഗ്രി 2 ആയിരിക്കും. ഇപ്പോൾ 3x² + 5x + 6 ഇതിൻ്റെ ഡിഗ്രി നോക്കിയേ 2 ആണ്. അപ്പോൾ ഇതിന് ജനറലായിട്ട് നമുക്ക് ax² + bx + c എന്ന് പറയാം. P(x) = ax² + bx + c. ചിലപ്പോൾ നമുക്ക് ഈ bx എന്നുള്ള ടേം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ A0 ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ 3x² + 6 ആയാലും മതി. അതിൻ്റെ ഡിഗ്രി എത്രയാ? 2 ആണ് അല്ലേ. അപ്പോൾ അതും ഒരു ഡിഗ്രി 2 ആയിട്ടുള്ളൊരു പോളിനോമിയലാണ്, അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണെന്ന് പറയാം. എല്ലാ ടേമും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് 3x² ഉണ്ടായാലും മതി. അപ്പോഴും ആ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി 2 തന്നെയാണ് അല്ലേ. അപ്പോൾ ടേം എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് വിഷയമല്ല, പക്ഷേ അതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കണം? 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അപ്പോൾ ഡിഗ്രി 3 ആയിട്ടുള്ളത് എന്തായിരിക്കും? ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? 3. ഇപ്പോൾ 9x³ + 6x² + 7x + 1 കണ്ടോ, ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? 3. അതുകൊണ്ട് ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. ഇതിലിപ്പോൾ 9x³ മാത്രമുള്ളെങ്കിലും അതൊരു ക്യൂബിക് പോളിനോമിയലാണ്. ഏതെങ്കിലും ഒരു ടേം കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ ഡിഗ്രി എത്രയായിരിക്കണം? 3. അപ്പോൾ ഈ ഒരു ടേം എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ax³ + bx² + cx + d. കണ്ടോ, ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കും എന്ത്? ക്യൂബിക് പോളിനോമിയൽ അല്ലെങ്കിൽ ഡിഗ്രി 3 എന്ന് പറയുന്ന പോളിനോമിയൽ. ഇതെല്ലാം a എന്ന് പറയുന്ന ടേം എപ്പോഴും നോൺ സീറോ ആയിരിക്കണം, 0 ആവാൻ പാടില്ല. അപ്പോൾ പോളിനോമിയലിനെ അതിൻ്റെ ടേമിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തതാണ്. ഒരു ടേം ആണെങ്കിൽ എന്ത് പറഞ്ഞു? മോണോമിയൽ.
2 ടേം ആണെങ്കിൽ ബൈനോമിയൽ, 3 ടേം ഉള്ളതിനെ ട്രൈനോമിയൽ, പിന്നെ 3ൽ കൂടുതലാണെങ്കിൽ പോളിനോമിയൽ എന്ന് പറയും. ഇനി ഡിഗ്രി, ഹയസ്റ്റ് പവർ, എക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ, എക്സ് ആണെങ്കിൽ എക്സിൽ, ചിലപ്പോൾ വൈയിൽ തരും. അപ്പം ആ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയാം. അതിൽ ഡിഗ്രി 1 ഉള്ളതിനെ ലീനിയർ പോളിനോമിയൽ, ഇത് നിങ്ങൾ കഴിഞ്ഞ പഠിച്ചിട്ടുള്ളതാണ്. ഡിഗ്രി 2 ഉള്ളത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഡിഗ്രി 3 ഉള്ളത് ക്യൂബിക് പോളിനോമിയൽ. ചിലപ്പോൾ ഒരു പോളിനോമിയൽ തന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, ഇത് ഏത് പോളിനോമിയലാണ്. അപ്പോൾ ഈ 2 രീതിയിലാണ് നമ്മൾ ഡിവിഷൻ നടത്തിയിരിക്കുന്നത്. എത്ര ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ ആ പോളിനോമിയൽ ഡിഗ്രി എങ്ങനെയാണ്, ഈ രീതിയിൽ നമ്മൾ തരം തിരിച്ചു വെച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്, ഇനി ഡിഗ്രി 0 ആണെന്ന് വിചാരിക്കേ, ഡിഗ്രി 0. അപ്പോൾ നമ്മളതിനെ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയും. എന്ത് പറയും? കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അതായത് അതിൻ്റെ അർത്ഥം അവിടെ നമ്പേഴ്സ് മാത്രമല്ല. അപ്പോൾ 3, 4, 7 അങ്ങനെയുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. എക്സിൻ്റെ വേരിയബിൾ 0 അത് കണ്ട, 7x⁻0 കണ്ട, എക്സിൻ്റെ വേരിയബിൾ, എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ പവർ 0 ആണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് 7 മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നമ്പേഴ്സ് വരികയാണെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അതിൻ്റെ ഡിഗ്രി ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി 0 ആണ്. അവിടെ എക്സിൻ്റെ പവർ എന്താണ്? 0 ആണ്. ഇനി കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ 0 വരികയെന്ന് വിചാരിക്കും. ഇതൊരു നമ്പർ തന്നെയാണല്ലേ, അപ്പോൾ നമ്മളതിനെ 0 പോളിനോമിയൽ എന്ന് പറയും. ഇതിൻ്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്തിട്ടില്ല, 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി. ഇനി നമുക്ക് വാല്യൂ എന്താണെന്ന് നോക്കാം. ഒരു പോളിനോമിയലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വാല്യൂ ഓഫ് എ പോളിനോമിയൽ അറ്റ് എ ഗിവൺ പോയിന്റ്. അതായത് ഞാനിപ്പോൾ ഒരു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ എടുത്തു. 2x² + 3x - 4. ഇതൊരു പോളിനോമിയലാണ് അല്ലേ. ഏതെങ്കിലും ഒരു പോളിനോമിയൽ എടുക്കുക, എന്നിട്ട് നമ്മളോട് പറയുകയാണ് പി ഓഫ് 2. അപ്പോൾ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് ദ പോയിന്റ് 2ലെ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒരു പോളിനോമിയൽ ഓരോരോ വാല്യൂ ഉണ്ട്. നമ്മൾ ഏത് നമ്പർ ഇട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ചേഞ്ച് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എക്സിന് ഇട്ട് കൊടുക്കുന്ന വാല്യൂ 2 ആണ്. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ സമയത്ത് നമുക്ക് എന്ത് പറയാം? പി ഓഫ് 2 എന്ന് പറയാം. അപ്പോൾ പി ഓഫ് 2 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിനൊക്കെ 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഈ 2 അതേപോലെ തന്നെ എഴുതുക. എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ 2² + 3 × എക്സിൻ്റെ സ്ഥാനത്ത് ഈ 2 -4. ഇനി ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. 2² എന്ന് പറയുന്നത് എത്രയാണ്? 4. 2 × 4 + 3 × 2 -4. ഇത് ചെയ്യുമ്പോൾ ഓരോരോ ടേമായിട്ട് ചെയ്യണം. 2 × 4 8, അതായത് ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ 8 + 3 × 2 6 -4. 8 + 6 14 -4 10. അപ്പം പി ഓഫ് 2 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? 10 ആണ്. അതായത് ഈ ഒരു പോളിനോമിയലിനെ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് വാല്യൂ കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ എ എന്നോ അങ്ങനെ നമുക്ക് പറയാം. പി ഓഫ് എ കണ്ടോ. അപ്പോൾ x = a. ഏതാണ് നമ്മൾ നമ്പർ പറയുന്നത് ആ എക്സിന് നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടും, ആൻസർ. അതാണ് ആ പോളിനോമിയലിൻ്റെ വാല്യൂ. ഇനി ഇവിടെ 2ൻ്റെ സ്ഥാനത്ത് നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ വാല്യൂ വേറെ ആയിരിക്കും നമുക്ക് കിട്ടുക. കണ്ടോ. അപ്പോൾ നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ പി ഓഫ് -1 ഇട്ട് കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി സീറോസ് ഓഫ് പോളിനോമിയൽ. 0 പോളിനോമിയൽ അല്ല, ഒരു പോളിനോമിയലിൻ്റെ സീറോസ് അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കും അല്ലേ. വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് ആൻസർ 0 ആണ്. അതിൻ്റെ അർത്ഥം ആ ഒരു ഇത് ഇപ്പോൾ ഇവിടെ 2 കൊടുത്ത സമയത്ത് 10 അല്ല, 10ൻ്റെ സ്ഥാനത്ത് 0 കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് ആ പോളിനോമിയലിൻ്റെ 0 ആണെന്ന്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളാണ് പി ഓഫ് എക്സ് = 2x² + 5x - 12. ഇതിൽ നമുക്ക് ആദ്യം പി ഓഫ് 2 കണ്ടുപിടിക്കാം. അതായത് എക്സിന് 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 × 2², എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 2 ഇട്ട് കൊടുക്കുക. 5 × 2 -12. 2² 4, 4 2s are 8 + 5 2s are 10 -12. ഈ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇവിടെ 2² + 5 അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. ഓരോ ടേം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് 8 + 10 18, 18 - 12 6 എന്ന് കിട്ടി. അപ്പോൾ 6 വെച്ച് കഴിഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒരു പോളിനോമിയലിൻ്റെ വാല്യൂ x = 2ലെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പി ഓഫ് -4 എന്ന് കണ്ടുപിടിക്കാം. പി ഓഫ് -4 അതായത് എക്സിന് നമ്മൾ -4 എന്ന് ഇട്ട് കൊടുത്തു. 2 × -4² + 5 × -4 -12. ബാക്കിയെല്ലാം അതേപോലെ എഴുതി. -4ൻ്റെ സ്ക്വയർ എത്രയാ? 16 ആണ് അല്ലേ. 2 × 16 + 5 × -4 -12. 2 × 16 എത്രയാ? 32
പ്ലസ് 5 ഇൻറ്റു -4 അപ്പോൾ ഇവിടെ മൈനസ് വരും -20 -12 ഇത് 32 -20 -12 എത്രയാ -32 അപ്പോൾ 32 -32 0 അപ്പോൾ ഈ ഒരു പോളിനോമിയലെ -4 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോൾ എനിക്ക് വാല്യൂ എന്ത് കിട്ടി 0 എന്ന് കിട്ടി അതിൻ്റെ അർത്ഥം എന്താണ് therefore -4 അല്ല നമ്മൾ ഇട്ട് കൊടുത്തത് ഈസ് ദ സീറോ ഓഫ് പോളിനോമിയൽ ഏത് പോളിനോമിയലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയൽ പറയാം ആ പോളിനോമിയലിൻ്റെ 0 ആണ് -4 അതേസമയം P(2) കൊടുത്തപ്പോൾ 6 കിട്ടിയത് അപ്പോൾ 2 അതിൻ്റെ ഒരു 0 എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ 0 കിട്ടുകയാണെങ്കിൽ ആ പോയിന്റ് അതിൻ്റെ 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ലീനിയർ പോളിനോമിയൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഈ 0 ചിലപ്പോൾ ഒരു പോളിനോമിയൽ എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിൻ്റെ 0 എങ്ങനെയാണ് അപ്പോൾ ഒരു ലീനിയർ പോളിനോമിയൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ലീനിയർ പോളിനോമിയലിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞേ ax plus b p of x is equal to ax plus b എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും അല്ലേ ലീനിയർ പോളിനോമിയൽ കണ്ടോ ഡിഗ്രി എത്ര വന്നിരിക്കുന്നത് 1 ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ജനറലായിട്ടൊരു 2x plus 3 കണ്ടോ 2x plus 3 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എടുത്തു ഇതിന് നമ്മൾ k എന്ന് വാല്യൂ കൊടുക്കുകയാണ് p of k equal to 0 അപ്പോൾ നമ്മൾ k കൊടുക്കുകയാണ് 2k plus 3 equal to 0 ജനറലായിട്ട് k എന്ന് പറയുകയാണ് നമുക്കറിയില്ല ഏതാണെന്നുള്ളത് അപ്പോൾ 2k plus 3 equal to 0 2k is equal to plus 3 അങ്ങോട്ട് പോകുമ്പോൾ -3 ആവും അപ്പോൾ k is equal to -3/2 അല്ലേ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അപ്പോൾ കെയുടെ വാല്യൂ അതായത് കെ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 0 ആയിരുന്നു കണ്ടോ 0 എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം നമുക്ക് ആൻസർ 0 കിട്ടണം അപ്പോൾ നമ്മളതിൽ അറിയാത്തതുകൊണ്ട് നമ്മൾ കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് കൊടുത്തു 2k plus 3 equal to 0 അപ്പോൾ കെ കണ്ടുപിടിച്ചു എന്തെന്ന് -3/2 ഈ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അതിൽ എന്തായിരുന്നു നോക്ക് 3 ആരുടെ സ്ഥലത്താണ് കിടക്കുന്നത് ബിയുടെ സ്ഥാനത്തല്ലേ കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ആരാ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് എ അപ്പോൾ ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വാല്യൂ അല്ല 0 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ പോളിനോമിയലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ax plus b ആ ഒരു ഫോർമാറ്റിലുള്ള ഒരു പോളിനോമിയലിൻ്റെ 0 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കെ ആണ് അപ്പോൾ അതിൻ്റെ 0 എങ്കിൽ k is equal to -b/a മൈനസ് കൊടുക്കുക ബി എന്ന് പറയുന്നത് അതിലത്തെ കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവില്ല അത് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അതിൻ്റെ മൈനസ് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പോളിനോമിയലിൻ്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും 0 ഏത് ലീനിയർ പോളിനോമിയലായിരിക്കണം കേട്ടോ അതിൻ്റെ 0 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ബാക്കിയുള്ളതിൻ്റെയൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്